സംസമിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് വന്ന ഈ സർവ്വ ഹദീസും ദഈഫാണ് എന്നാണ് എഴുതിയത്. എല്ലാ ഹദീസും ദഈഫാണ് എന്നാണ് എഴുതിയത്. 60ഓളം ഹദീസ് ആ വിഷയത്തിൽ വന്നു. എന്തെല്ലാം പഠിപ്പിച്ചു? ഇന്നഹാ മാഉം മുബാറക, ബറക്കത്തുള്ള വെള്ളമാണ് ഹദീസിൽ കാണാം. ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്തെ ഏറ്റവും ഖൈറായ വെള്ളമാണ് ഹദീസിൽ കാണാം. ഇന്നഹാ തുആമു തുഅമിൻ വശിഫാഉ സുഖമിൻ, ഭക്ഷിക്കുന്നതിന് ഭക്ഷണമാണ്, രോഗത്തിന് ശമനമാണ് ഹദീസിൽ വന്നതാണ്. മാഉ സംസം ലിമാ ശുരിബല, ഏത് ഉദ്ദേശത്തിൽ കുടിച്ചോ അതിന് പര്യാപ്തമാണ് ഹദീസിൽ കാണാം. ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, അംഗീകരിക്കുന്നില്ല. പരപ്പരങ്ങാടിയിൽ വന്നിട്ട് പോലും ഈ കരമ്പിലാക്കൽ മൗലവി പരസ്യമായി പറഞ്ഞില്ലേ, അതൊന്നും പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടൂല, പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല. ആകെ ബോധ്യപ്പെട്ട എന്താ? തവാഫ് കഴിഞ്ഞാൽ സംസം കുടിക്കണം, അത് ബോധ്യപ്പെട്ടു. അപ്പോൾ ക്ഷീണം ഉണ്ടാവുമല്ലോ. അല്ലാതെ മഹത്വങ്ങൾ വെക്കുന്ന കേട്ടോ നിങ്ങൾ കരിമ്പിലാക്കി പറഞ്ഞത്. പരീക്ഷിച്ച് പരിശോധിച്ച് കണ്ടെത്തണം. അങ്ങനെ പരീക്ഷ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന പല മെഡിസിനുകളിലും പല കണ്ടന്റുകളുടെ കൂടെ ഒരു കണ്ടന്റ് തേൻ ഉണ്ടാവാറുണ്ട് അല്ലേ? അതേപോലെ ഏതെങ്കിലും ഒരു മെഡിസിൻ ഒരു കണ്ടന്റ് ആയിട്ടെങ്കിലും സംസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, പരീക്ഷിച്ചിട്ടുണ്ട്, അപ്പൊ ശരിയാണല്ലോ. ഇങ്ങനെ ഒരു പരീക്ഷിക്കാനോ പാടില്ല എന്ന് പറയാവുന്ന വിധം ഈ പറഞ്ഞ സംഗതി വിശ്വാസപരമായുള്ള കാര്യമാണോ? അതായത് വിശ്വാസം തന്നെയാണ്. ഇത് വിശ്വാസ കാര്യമാണ്. ഇത് പരീക്ഷിച്ച് ബോധ്യപ്പെടേണ്ടതല്ല. നമ്മൾ ഹബീബായ നബിതങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്ത് പരിശോധിക്കാനാണോ? നബിതങ്ങൾ പറയാ ലിമാ ശുരിബല, എന്തിനെ കുറിച്ചോ അതിന് പര്യാപ്തമായി ഞാൻ പരീക്ഷ നോക്കട്ടെ. ഒരു സഹാദത്ത് പോയില്ലേ? സഹോദരങ്ങൾ സ്വഹാബിമാരൊക്കെ എങ്ങനെ നബിയെ പിൻപറ്റിയത്? നബിതങ്ങൾ ഖുത്ബ നടക്കുമ്പോഴാണ് മിമ്പർ നബിതങ്ങൾ ഇജ്ലിസ് എന്നൊരു വാക്ക് പറയും. ഇജ്ലിസ്, ഇരിക്കവിടെ. നബിതങ്ങളെ സ്വഹാബി ഹുദൈഫ ഇങ്ങനെ പള്ളിക്ക് വരികയാണ്. അദ്ദേഹം വാതിക്ക് എത്തുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. അവിടെ ഇരുന്നു വാതിക്കല്, വേറെ അറിയിച്ചില്ല. നബി ഇരിക്കുമ്പോൾ അവിടെ ഇരുന്നു. എന്താ അവിടെ ഇരിക്കണ്? നിങ്ങൾ ഇരിക്കാൻ വേണ്ടി അപ്പം ഇരുന്നാണ്. അതാ സ്വഹാബിയാണ്. അത് എന്നോടാവില്ല എന്നല്ല വിചാരിച്ചത്. നിസ്കാരത്തിൽ നബി ഞങ്ങൾ ചെരുപ്പഴിച്ച് വെച്ചു. സാധാരണ ചെരുപ്പിട്ടാൽ നിസ്കരിക്കാൻ നബിയും സ്വഹാബികളൊക്കെ. പള്ളിക്കും ചെരുപ്പിടും, പുറത്തും ചെരുപ്പിടും. ജൂതന്മാർ ചെരുപ്പിടൂല. നബി ഞങ്ങൾ ജൂതന്മാർ ചെരുപ്പിടൂല, നിങ്ങൾ അവരുമായി എതിരാവുക, നിങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിക്കുക. ഞാൻ ചോദിച്ചാൽ പള്ളി ചെരുപ്പിട്ട് കയറാൻ പോകണ്ട, ഇന്നത്തെ പള്ളിക്ക് ബാധകമല്ല. അവിടെ പള്ളിയിൽ വൃത്തിക്കാണ് ഒന്നാം പരിഗണന. ഹദീസ് തള്ളല്ല. ആ ഹദീസും പള്ളിയിലെ വൃത്തിൻ്റെ ഹദീസും. അപ്പോൾ ഏത് അമൽ ചെയ്യണം? രണ്ടും കൂടെ അമൽ ചെയ്യാൻ വകുപ്പുണ്ടോ? അമൽ ചെയ്യാം. അങ്ങനെ ഇല്ലാത്തൊരു പള്ളിയാണ് ചെരുപ്പിട്ട് കയറാം. ഇനി പറമ്പിൽ നിസ്കരിക്കുകയാണ്, ചെരുപ്പിട്ട് നിസ്കരിക്കാം. മൈ നിസ്കരിക്കുമ്പോൾ കാണിച്ചാൽ മോലേമാരെ പറയും ചെരുപ്പായി ചൈമ കയറിക്കാന്ന്. ആ ജൂതന്മാരെ വാക്യം ചെരുപ്പിട്ട് നിസ്കരിക്കണം. നബി ഞങ്ങൾക്ക് ചെരുപ്പൂരി വെച്ചു. അത് കണ്ടപ്പോൾ എല്ലാ സ്വഹാബികളും ചെരുപ്പൂരി വെച്ചു. പരീക്ഷിക്കാവുന്നില്ല. ഇതെന്താ പറഞ്ഞത്? ഏതെങ്കിലും മരുന്നിൻ്റെ കണ്ണിന് സംസം ഉണ്ടോ നോക്കണം, എന്നിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നോട് ഈ മരുന്നൊക്കെ ഉണ്ടായത് അല്ലാതെ വഹയ പ്രകാരം വന്നതിനെ നമ്മൾ ഈ ശാസ്ത്രം വെച്ച് പരിശോധിക്കാൻ പോയാൽ എന്താ കിട്ടാൻ പോണത്? അതിനൊക്കെ അപ്പുറത്തല്ലേ വഹി? അത് സലാസ്ലോ ഇതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു. കേട്ടോ നിങ്ങൾ അദ്ദേഹത്തെ കളിപ്പ്. കഴിഞ്ഞ ആഴ്ച സംശയം ചോദിച്ചത്, പ്രവാചകൻ ഈ സംസം വെള്ളം എല്ലാ രോഗത്തിലുള്ള ശമനാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി ആരാണെന്നാണ്. അള്ളാഹ് പറഞ്ഞ പ്രവാചകന് ഒരു മതവിഷയം പറയുകയാണെങ്കിൽ അള്ളാഹിന്റെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു പ്രവാചകനും ഒരിക്കലും അനുഭവജ്ഞാനത്തിന് വരെ എതിരായൊരു സംഗതി പ്രവാചകൻ പറയുമോ? ഒരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹദീസ് ഇമാം ദാറഖുത്നി ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, മാവു സംസം ലിമാ ശുരിബ ലഹു. ഏത് രോഗം, ഇപ്പൊ ക്യാൻസർ ആവട്ടെ, അത് മാറണമെന്നാണ് വിചാരിച്ചിട്ട് ആ സംസം കുടിച്ചാൽ സംസം മാറും. എയ്ഡ്സ് രോഗമാവട്ടെ, അത് മാറണമെന്ന് വിചാരിച്ചങ്ങാണ്ട് സംസം കുടിച്ചാൽ മാറുന്നാണ്. എന്തിനും നമ്മൾ ഉദ്ദേശിച്ചാണ് കുടിച്ചാൽ അതിന് സിദ്ധി കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഗൾഫിലെ ഷെയ്ഖായ അൽബാനി വരെ പറഞ്ഞത് മൗലൂ എന്നാണ്. മൗലൂ എന്നാണ് മനുഷ്യ നിർമ്മിത ലൈഫിനേക്കാൾ കുറച്ച് ഗൗരവമാണ്. അത് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടി. കാരണം ഈ ഹദീസ് അങ്ങനെയാണ്, മുസ്ലിങ്ങൾ സ്നേഹിതന്മാരെ ചികിത്സ ചെയ്യാതെ ഈ വെള്ളം കുടിച്ചിരിക്കൂലേ, അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു ജൂതനെ, ഏതൊരു മനുഷ്യനെ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്, മൗലൂആ ഹദീസാണെന്ന് അൽബാനി വരെ ഈ ഹദീസിനെ കുറിച്ച് വ്യക്തമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട്. അത് ദുർബൽ ഹദീസ് ഇർവാഖ് എന്ന അദ്ദേഹത്തിന്റെ കിതാബിലും അഹാദീസ് ലൈഫ് എന്ന കിതാബിലെല്ലാം തന്നെ ആ ഹദീസ് ഒരിക്കലും നബി പറഞ്ഞല്ല, മനുഷ്യ നിർമ്മിതാന്ന് പറഞ്ഞു. ഇനി നിർമ്മിതമാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ കുത്തുബി പറഞ്ഞു. കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ സംഭവം വരല്ല സ്നേഹിതന്മാർ, രോഗിക്ക് ഏതെങ്കിലും രോഗിക്ക് നബി സംസം കൊടുക്കാൻ പറഞ്ഞത്. നേരമായി ധാരാളം ഹദീസ് കാണാൻ നബി തേൻ കൊടുക്കാൻ പറഞ്ഞതും കഞ്ഞീരകം കൊടുക്കാൻ പറഞ്ഞതും സുന്നാമാക്കി കഴിക്കാനും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രവാചകൻ ഞാൻ പറഞ്ഞ ജൂത ഡോക്ടർ വരണ്ടായിരുന്നു. അപ്പൊ സംസം കൊണ്ടെല്ലാം മാറി. പിന്നെ മക്കത്തും മദീനത്തൊക്കെ എത്ര ആസ്പത്രി ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഹറമിൽ വരെ എഴുതിയത് കാണും, സംസം തണുത്ത സംസം കുടിക്കൽ ഒഴിവാക്കുക. അത് കുടിച്ചിട്ട് ചിലർക്ക് പരിയൊക്കെ ഹറമിന്റെ പള്ളിനുള്ളിൽ ഇങ്ങനെ കൊച്ചും കൊണ്ട് കുത്തിയിരിക്കും. കാരണം ഇങ്ങനെ തണുത്തത് കുടിച്ചിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുകയാണ്. അപ്പൊ അവിടെ തന്നെ മക്കത്തും മദീനത്തൊന്നും ആസ്പത്രിയൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന ആളുകൾ വരെ അലോപ്പതി ആസ്പത്രിയൊക്കെ നടത്തുന്നുണ്ട്, ഹോമിയോപ്പതി വരെ നടത്തുന്നുണ്ട്, അലോപ്പതി നടത്തുന്നുണ്ട്, ആയുർവേദിക് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഹദീസ് സഹിയ എന്ന് പറഞ്ഞവര് അവരെങ്കിലും ഇത് പ്രായോഗികമാക്കണ്ടേ? അവരുടെ ഏതെങ്കിലും ആസ്പത്രിയിൽ സംസം വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടോ? ഇനി രോഗികൾ വരുമ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതൊരു മനുഷ്യനിർമ്മിതമായ ഹദീസാണ്. അത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണ്. അത് പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതുമാണ്. കണ്ടോ സഹോദരൻ, എത്ര വലിയ പരിഹാസമാണ്. ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് അൽബാനി ഹദീസ് സ്വഹീഹ് എന്ന് പറഞ്ഞത്. ഒരു ഹദീസ് ഒരു സ്ഥലത്ത് സ്വഹീഹ്, മറ്റു സ്ഥലത്ത് ഹസന എന്നൊക്കെ രേഖപ്പെടുത്തിയത്. മൗദൂആയ വേറെ പരമ്പരയുണ്ട്. ആ പരമ്പരയെ പറ്റി മൗദൂഅ് ഹദീസിനെ പറ്റിയല്ല.
ഹദീസിനെ കുറിച്ചല്ല, ഒരു ഹദീസ് 100 വഴിക്ക് വന്നാൽ ഒരു ഹദീസെ പാല് ഉണ്ടാക്കിയ പരമ്പര ഉണ്ടാവും. അതുണ്ടാക്കിയ പരമ്പര എന്ന് പറയും. അവിടെ ഈ ഹദീസ് മോശമാണോ? ആരാ പറയാത്തത് ഇതിന്റെ മഹത്വം? എത്ര കിതാബ് എഴുതപ്പെട്ടത്? ജാഹിലിയ്യ കാലത്തെ മുസ്ലിക്കീങ്ങൾ വരെ ഇതിന്റെ മഹത്വം അംഗീകരിച്ചതല്ല. പിന്നെ ബാക്കി മുസ്ലിക്കീങ്ങൾ വരെ അവർ സംസമിന്റെ മഹത്വം അംഗീകരിച്ചല്ല. സംസത്തിന്റെ കൈകാര്യം വലിയ മഹത്വമായി കണ്ടുപോകുന്നവരവരൊക്കെ സഹാബിമാരൊക്കെ സംസം കുടിച്ചവരും കൊണ്ടുപോയവരും അത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടവരുമൊക്കെയാണ്. എത്ര സംഭവങ്ങൾ, തമിഴ് താബികളൊക്കെ സംസം കുടിച്ച് നടത്തിയ എത്ര പ്രാർത്ഥനകൾ.